ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു വാക്യം വായിക്കാം. 1 കൊരിന്ത്യർ 9 അധ്യായത്തിൻ്റെ 24-25 വാക്യങ്ങൾ. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു, എങ്കിലും ഒരുവനെ ബിരുദ പ്രാപിക്കുന്നുള്ളൂ എന്ന് അറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ. അടുത്ത വാക്യം കൂടെ. അംഗം പൊരുതുന്നവനൊക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു. അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിന് തന്നെ. ഓട്ടക്കളത്തിൽ ഓട്ടക്കാർ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരാൾ മാത്രം സമ്മാനം നേടുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങളും സമ്മാനം നേടുവാൻ തക്കവണ്ണം ഓടുവിൻ. കായിക മത്സരത്തിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയും കർശനമായ ആത്മനിയന്ത്രണം പാലിക്കുന്നു. വാടുന്ന കിരീടത്തിന് വേണ്ടിയാണ് അവർ അത് ചെയ്യുന്നത്, നാമോ വാടാത്ത കിരീടത്തിന് വേണ്ടിയും. അതായത് കർശനമായ ആത്മനിയന്ത്രണം പാലിക്കണം എന്ന വിഷയത്തെക്കുറിച്ചാണ് പൗലോസ് ഇവിടെ എഴുതുന്നത്. പൗലോസ് പറയുക, കായിക മത്സരത്തിൽ അനേക ഓട്ടക്കാരോടുന്നു, പക്ഷേ സമ്മാനം 1, 2, 3 പേരൊക്കെ മേടിക്കുന്നുള്ളൂ, 1, 2, 3 ഒക്കെ ആയിട്ട്. അവരെല്ലാം കർശനമായ ആത്മനിയന്ത്രണം പാലിക്കുന്നു, ശാരീരിക നിയന്ത്രണങ്ങൾ പാലിക്കുന്നു. വാടുന്ന കിരീടത്തിന് വേണ്ടി ഇത്രയും വലിയ പടാപ്പാട് പെടുന്നെങ്കിൽ വാടാത്ത കിരീടത്തിന് വേണ്ടി നമ്മൾ എത്ര ആത്മനിയന്ത്രണം പാലിക്കണം എന്നാണ് പൗലോസ് ഇവിടെ നമ്മളോട് പറയുന്നത്. അതിൻ്റെ തന്നെ 27-ാമത്തെ വാക്യം വായിച്ചേ. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക എത്രേ ചെയ്യുന്നത്. ഇവിടെ പറയുന്നത് ശരീരത്തെ ദണ്ഡിപ്പിച്ചടിമയാക്കുന്നു എന്ന് പറയുന്നത് ഒരു വലിയ വിഷയമായതുകൊണ്ട് നമ്മൾ ആ വിഷയത്തിലേക്ക് ഇപ്പോൾ കയറിയാൽ നീണ്ടുപോകും. അയോഗ്യനായി പോകാതിരിക്കണമെങ്കിൽ എൻ്റെ ശരീരം, അല്ലെ മറ്റൊരു വാക്ക് എൻ്റെ ജഡം വെല്ലുവിളിച്ചാൽ പറ്റിയല്ല. അതുകൊണ്ട് എൻ്റെ ജഡത്തെ ഞാൻ ദണ്ഡിപ്പിച്ചടിമയാക്കുന്നു എന്ന് അവിടെ എഴുതിയ ദണ്ഡിപ്പിച്ചടിമയാക്കുന്നു. ആ ബൈബിൾ തന്നെ എഴുതിയേക്കുന്നത് ദണ്ഡിപ്പിച്ചടിമയാക്കുന്നു. ഇത് ഉപവാസവും പ്രാർത്ഥനയും ഒക്കെയായി ബന്ധപ്പെട്ട ഒരു മേഖലയാണ്. ഈ ആത്മനിയന്ത്രണം എന്ന് പറയുന്നത് കേരളത്തിലെ വിശ്വാസികളുടെ നല്ലൊരു ശതമാനത്തിൻ്റെയും പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, എന്ത് വൃത്തികേടും കാണിക്കും, പക്ഷേ സംസാരം എപ്പോഴും ബൈബിൾ ഭാഷയിലായിരിക്കും. സ്റ്റേജിൽ കയറിയാലും ഒരു വീഡിയോ എടുത്താലും ഒരു പ്രസംഗം എടുത്താലും എന്ത് ചെയ്താലും പറയുന്നത് മുഴുവൻ ബൈബിൾ ഭാഷയായിരിക്കും, ചെയ്യുന്നത് വൃത്തികേടുമായിരിക്കും. ഈ ബൈബിൾ ഭാഷ കാണിച്ചിട്ട് വൃത്തികേട് ചെയ്യുന്നതിനെ കപടഭക്തി എന്നാണ് പറയുന്നത്. ഇത് തന്നെയായിരുന്നു യേശുക്രിസ്തുവിൻ്റെ കാലത്തെ പുരോഹിതന്മാരുടെയും പ്രശ്നം. അവരെല്ലാം ഭയങ്കര സംസാരക്കാരായിരുന്നു, പക്ഷേ അവരുടെ ജീവിതമെല്ലാം വേറൊരു രീതിയിലായിരുന്നു. ഇവിടെ ആത്മനിയന്ത്രണം വേണ്ടത് വാക്കുകളിലല്ല, വാക്കുകളിൽ വേണ്ടെന്നല്ല പറയുന്നത്. ജീവിതമില്ലാത്തവൻ്റെ വാക്കാലുള്ള സംവിധാനത്തിനെ ആ ഭക്തിയുടെ അഭിനയം എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ഇതാണ് യെശയ്യാവിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ താൻ വലിയ പ്രവാചകനാണ്, ശുശ്രൂഷകനാണെന്നൊക്കെ ധരിച്ച് അങ്ങ് ഞെളിഞ്ഞ് നടക്കുകയായിരുന്നു ഈ പുള്ളി. 5-ാം അധ്യായം വരെ ശുശ്രൂഷയും ഗംഭീരമാണ്. പക്ഷേ 6-ാം അധ്യായത്തിൽ ആത്മീക മേഖലയുടെ ആഴങ്ങൾ കണ്ടപ്പോൾ എലിയാവ് പറഞ്ഞത് 6-ന്റെ 5 വായിച്ചേ. അപ്പോൾ ഞാൻ, എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അതായത് ദൈവത്തെ കാണുന്നത് വരെ, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ കാണേണ്ടതുപോലെ കാണുന്നത് വരെ നമ്മൾ വലിയ വിശുദ്ധനാണെന്ന് നമുക്കൊരു തോന്നൽ വരും. എന്നാൽ യഥാർത്ഥത്തിൽ കാണേണ്ടതുപോലെ കണ്ടു കഴിയുമ്പോൾ കാര്യങ്ങളുടെ രീതി അങ്ങ് മാറും. ഇപ്പം നമ്മൾ ഓർക്കുന്നു, നമ്മൾ വലിയ പാപങ്ങളൊന്നും ചെയ്യുന്നില്ല, കൊലപാതകം ചെയ്യുന്നില്ല, പിടിച്ചുപറി ചെയ്യുന്നില്ല, മോഷ്ടിക്കുന്നില്ല, വ്യഭിചാരം ചെയ്യുന്നില്ല, നമ്മൾ കൃത്യമായിട്ട് സഭയെ വരുന്നുണ്ട്, നമ്മൾ പൈസ കൊടുക്കുന്നുണ്ട്, നമ്മൾ ദശാംശം കൊടുക്കുന്നുണ്ട്, സ്വത്രക്കാഴ്ച കൊടുക്കുന്നുണ്ട്, ചാടുന്നുണ്ട്, തുള്ളുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ലെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ യെശയ്യാവ് അതിലും ഭയങ്കര ഭക്തനായിരുന്നു, കാണേണ്ടത് കണ്ടപ്പോൾ. ഇവിടെ നമ്മൾ ഈ അടുത്ത കാലത്ത് വരെ തെറ്റിദ്ധരിച്ചിരുന്ന ഒരു വചനഭാഗം, മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ 23-24 വാക്യങ്ങളൊന്ന് വായിച്ചേ. ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നീ വഴിപാട് അവിടെ
യാഗപീഠത്തിൻ്റെ മുൻപിൽ വച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക, പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കാം. ഈ വിഷയം നമ്മൾ നേരത്തെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തതാണ്. പക്ഷേ എന്നാലും ഇതിനകത്തൊരു തെറ്റിദ്ധാരണ ചിലർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. ഇവിടെ പറയുന്നത് വഴിപാടെന്നാണ് പറയുന്നത്. നമ്മൾ ഈ മലയാളം ബൈബിള് മാത്രം വെച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് പലതിൻ്റെയും യഥാർത്ഥത്തിലുള്ള അർത്ഥം പിടികിട്ടില്ല. വഴിപാടും ആരാധനയും രണ്ടും രണ്ട് കാര്യമാണ്. വഴിപാടും യാഗവും രണ്ടും രണ്ട് കാര്യമാണ്. ഈ വഴിപാടെന്നുള്ളത് തമിഴ് ബൈബിളിലേക്ക് ഇറങ്ങിയാൽ അവിടെ പറയുന്ന കറക്റ്റ് വാക്ക് കാണിക്കാമെന്നാണ്. കാണിക്കുക, അതിൻ്റെ വേറൊരർത്ഥം നേർച്ച. ഇംഗ്ലീഷ് ബൈബിളിൽ അത് എഴുതിയേക്കുന്നത് നമുക്കിന്ന് കിട്ടാവുന്നതിൽ ഏറ്റവും ഒറിജിനൽ തർജ്ജിമ എന്ന് പറയാവുന്ന ആംപ്ലിഫൈഡ് വേർഷനിൽ എഴുതിയിരിക്കുന്ന ഓഫറിങ് എന്ന. നമ്മുടെ ഇവിടെ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്ന ഇംഗ്ലീഷ് സഭകളിലെല്ലാം ഈ സ്തോത്രക്കാഴ്ച എടുക്കുന്ന സമയത്ത് അവർ പറയുന്നത് ഓഫറിങ് എന്ന. ഓഫറിങ് ഇവിടെ ഉപയോഗിക്കുന്ന വാക്ക് ഇംഗ്ലീഷ് ബൈബിളിൽ കയറി കഴിഞ്ഞാൽ അവിടെ കിടക്കുന്ന വാക്ക്, നീ ആലയത്തിലേക്ക് ഒരു ഓഫറിങ് കൊണ്ടുവരുമ്പോൾ, ആംപ്ലിഫൈഡ് വേർഷൻ അങ്ങനെ എഴുതിയേക്കുക, നീ ഒരു ഓഫറിങ് കൊണ്ടുവരുമ്പോൾ നിൻ്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും ഉണ്ടെന്ന് നിനക്ക് തോന്നിയാൽ, അതിൻ്റെ ഒറിജിനൽ മൂലഗ്രന്ഥങ്ങളിൽ നിന്നുള്ള പരിഭാഷ തപ്പിച്ചെല്ലുമ്പം, നീ ഓഫറിങ്ങും കൊണ്ടുവരുമ്പം കൊണ്ടുവരുന്നവന് അവൻ്റെ ഏതെങ്കിലും പ്രവൃത്തി മൂലം സഹോദരന് ദ്രോഹം ഉണ്ടായിട്ടുണ്ടെന്ന് അവന് തോന്നിയാൽ, അവൻ ഈ ഓഫറിങ് അൾത്താരയുടെ മുമ്പിൽ വെച്ചിട്ട് അവൻ തിരികെ പോയി സഹോദരനുമായി നിരപ്പ് പ്രാപിച്ചിട്ട് വരണം എന്നതാണ് ഇതിൻ്റെ ഒറിജിനൽ അർത്ഥം. ഞാൻ പറഞ്ഞതും അങ്ങനെയാണ്. പക്ഷേ അപ്പോൾ ഒരാൾക്ക് മനസ്സിലായ എന്നാണെന്നറിയോ, റോമാലേഖനം 12:1 യഥാർത്ഥ വഴിപാടെന്നാണ് പുള്ളിക്ക് പിടി കിട്ടിയത്. റോമാലേഖനം 12:1 എന്തെന്നാന്ന് നോക്കിയേ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ആരാധനയായി സമർപ്പിപ്പിൻ എന്ന് പറഞ്ഞതും വഴിപാടും തമ്മിൽ എന്താ ബന്ധം? വഴിപാടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ വാക്കാലായിരിക്കും മിസ്റ്റേക്ക് പറ്റിപ്പോയത്. അപ്പം ഞാൻ പറഞ്ഞത്, കർശനമായ നിയന്ത്രണം എന്ന് പറഞ്ഞാൽ നമ്മളിത് യഥാർത്ഥത്തിൽ എന്താണ് എഴുതിയേക്കുന്നതെന്ന് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കാണ്. കേരളത്തിൽ ഇതെല്ലാം തകിടം മറിഞ്ഞുപോയി. എന്നിട്ട് ചാടിത്തുള്ളി നടന്നാൽ ഏതാണ്ട് ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സമ്പ്രദായവും സംവിധാനവും സാഹചര്യങ്ങളും. എല്ലാവരും കൂടെ കൂടുന്നു, 5-6 പാട്ട് അടിച്ചു പൊളിച്ച് പാടുന്നു, പിന്നെ കുറേ ബഹളം ഉണ്ടാക്കുന്നു. അത് കഴിഞ്ഞ് ഒരാൾ കുറച്ച് വചനം പ്രസംഗിക്കുന്നു, നമ്മളങ്ങോട്ട് കേൾക്കുന്നു, അനുഗ്രഹിക്കപ്പെടുന്നു എന്നൊക്കെ അങ്ങ് മനസ്സിലാക്കുന്നു. എല്ലാ ചാട്ടവും ബഹളവും കഴിഞ്ഞ് ഭക്ഷണവും കഴിച്ചു പോകുന്നു. സംഭവം അങ്ങോട്ട് യോഗ്യമാകുമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, കാണിക്കയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വഴിപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നേർച്ചയും കൊണ്ട് വരുന്ന കാര്യമാണ്, അതൊരു സ്തോത്രക്കാഴ്ചയുടെ വിഷയമാണ്. അത് കൃത്യമായിട്ട് അത് ഓഫറിങ് ആണെന്ന് പറയുമ്പോൾ നമ്മൾ പറയും റോമാലേഖനം 12:1 കാര്യം. അതല്ല കാര്യം. സത്യത്തിൽ കാണേണ്ടതുപോലെ കണ്ടാലേ നമുക്ക് നമ്മുടെ കാര്യം മനസ്സിലാവുള്ളൂ. ഈ പൗലോസ് കാണേണ്ട പോലെ പണ്ട് കഴിഞ്ഞപ്പോൾ പൗലോസ് എന്നാ പറഞ്ഞറിയോ, പാപികൾ ഞാൻ ഒന്നാമനാണ്. അതെന്താ അങ്ങനെ പറഞ്ഞത്? ഞാൻ വിശുദ്ധന്മാരിൽ ഒന്നാമനാന്ന് പറയാൻ കഴിവുള്ളവൻ, പ്രാഗൽഭ്യമുള്ളവൻ പറഞ്ഞ് ഞാൻ പാപികളിൽ ഒന്നാമനാണ്. അതവൻ കാണേണ്ടത് കണ്ടതുകൊണ്ടാണ്. നമ്മുടെ നാട്ടിലെ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, നമ്മുടെ ഇവിടുത്തെ ആളുകൾ കാണേണ്ടതുപോലെ കാണുകയോ കേൾക്കേണ്ടതുപോലെ കേൾക്കുകയോ വായിക്കേണ്ടതുപോലെ വായിക്കുകയോ ഒറിജിനൽ തർജ്ജിമ വായിക്കുകയോ ചെയ്യാത്തത് കൊണ്ടാണ് നമ്മുടെ ഇവിടുത്തെ പ്രശ്നങ്ങളിൽ 90% തകിടം മറിഞ്ഞ് കിടക്കുക ഈ കാര്യങ്ങൾ. ഈ കേരളത്തിൻ്റെ ആത്മീകമല്ല ഭൗതിക പ്രശ്നങ്ങളുടെയും പല കാരണങ്ങൾ ഈ തകിടം മറിച്ചിൽ കൊണ്ടാണ്. ഈ പുസ്തകങ്ങൾ തന്നെ പകുതി മുക്കാലും തെറ്റാ. മൂലഗ്രന്ഥവുമായിട്ട് നീതി പുലർത്താത്ത പുസ്തകങ്ങൾ, ഞാൻ മനസ്സിലാക്കുന്ന സത്യവേദ പുസ്തകമൊക്കെ ഒരു 40% തെറ്റുണ്ട് അതിനകത്ത്. ഈ പെന്തക്കോസ്തുകാരൻ കൈകാര്യം ചെയ്യുന്നത് മുഴുവൻ ഈ സത്യവേദ പുസ്തകമാണല്ലോ. തെറ്റുകളുണ്ട്. അത് കാണേണ്ടതുപോലെ കാണണമെങ്കിൽ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ അത് എഴുതി വെക്കണ്ടേ? ഇനിയെങ്കിലും അതിൻ്റെ നിർമ്മാതാക്കൾ ആ ഒരു സത്യം തിരിച്ചറിഞ്ഞ് അവർക്കാണെങ്കിൽ വളരെ പെട്ടെന്ന് ഇത് എഡിറ്റ് ചെയ്യാനും പുതിയ പുസ്തകം ഇറക്കാനൊക്കെ എളുപ്പമുണ്ട്. അവർ ഓരോ പ്രാവശ്യവും മനുഷ്യന് മനസ്സിലാകാത്ത രീതിയിൽ കാട് കട്ടിയാക്കി അവർക്കൊരു വാശി പോലെയാണ് ഞങ്ങളിത് ജനത്തിനെ നശിപ്പിച്ച് അടങ്ങുള്ളൂ എന്നുള്ളത്. അപ്പോൾ ദൈവം അത് വെളിപ്പെടുത്തി തരും കാണേണ്ടതുപോലെ കണ്ടാൽ. ഞാൻ കൊള്ളരുതാത്തവനാണെങ്കിലും ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വരുന്ന എന്നെ അവനെ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്നൊരു വചനം എനിക്കുണ്ട്. അങ്ങനെ വചനമുണ്ട്.
അപ്പോൾ ഞാൻ സത്യസന്ധനായതുകൊണ്ടല്ല, അവൻ സത്യസന്ധനായതുകൊണ്ടാണ് എന്നെ നിലനിർത്തുന്നത്. എൻ്റെ യോഗ്യതയല്ല, മറിച്ച് അവൻ്റെ വിശ്വസ്തതയാണ് എന്നെ കാക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ കാണേണ്ടതുപോലെ കണ്ടാൽ, വചനം അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ, നമ്മുടെ സകല അഹങ്കാരവും തീരും, നമ്മൾ വിശുദ്ധനാണെന്നുള്ള ഭാവവും തീരും. എന്നാൽ ഇത് അറിയേണ്ട പോലെ അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ വലിയ വിശുദ്ധനാണെന്നും പറഞ്ഞ് ചാടിത്തുള്ളി നടക്കും. എന്നാൽ പൗലോസ് പറയുക, ഇവിടെ കായിക മത്സരത്തിൽ സമ്മാനം മേടിക്കണമെങ്കിൽ കർശനമായ ആത്മനിയന്ത്രണം വേണം എന്ന് പറഞ്ഞാൽ, പൗലോസ് തന്നെ പറയുന്നു, ഈ വാടുന്ന കിരീടത്തിന് വേണ്ടി ഇത്രയും ശക്തമായ ആത്മനിയന്ത്രണം വേണമെങ്കിൽ വാടാത്ത കിരീടത്തിന് എത്ര ശക്തമായ ആത്മനിയന്ത്രണം വേണം. എന്നിട്ട് അദ്ദേഹം പറയുക, അതിനുവേണ്ടി ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു. അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവെ, പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ, വാടാത്ത കിരീടം പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളുടെ ജഡം, ഞങ്ങളുടെ ശരീരം കർത്താവെ ഞങ്ങളെ വെല്ലുവിളിക്കാത്ത വണ്ണം, ദൈവരാജ്യത്തിന് ഒത്തവണ്ണം ജീവിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കേണ്ടതിന് ഈ ദിവസങ്ങളിൽ കണ്ണു തുറന്ന് കാണുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ഭാഷ അറിയാവുന്നവരൊക്കെ മലയാളത്തിനപ്പുറം മൂലഗ്രന്ഥങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ച് ശുശ്രൂഷകൾ മൂലഗ്രന്ഥങ്ങളിൽ നിന്ന് ശുശ്രൂഷകർ നോട്ടുകൾ തയ്യാറാക്കി ജനത്തിനത് യോഗ്യമായി വിളമ്പിക്കൊടുത്ത് എല്ലാവരും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഭയഭക്തിയോടെ നിന്നും പ്രാപിച്ചും കർത്താവെ കിരീടം പ്രാപിക്കുവാൻ ദൈവം സഹായിക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ഹൃദയങ്ങളെ തുറന്നു കൊടുക്കണമേ, സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലൂടെ നടത്തണമേ. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.